ഹായ് ഫ്രണ്ട്സ്, പതിപോലെ രാവിലെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഓഫീസിലെത്തി, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്ലയൻറ്റ് വരും. അപ്പോൾ ഞാൻ കുറച്ച് പേപ്പർ വർക്ക്സൊക്കെ ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം എനിക്ക് കോടതിയിൽ പോകണം. ഇന്ന് കൊച്ചിയിലാണ് പോകേണ്ടത്, ഫോർട്ട് കൊച്ചിയിൽ. സാധാരണ ഞാനൊരു 10 മണിക്ക് മുന്നേ ഇറങ്ങുന്നതാണ് കോടതിയിലേക്ക്. പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് സാർ എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ബസ് സ്റ്റോപ്പിലേക്ക്. സാറ് ജില്ലാ കോർട്ടിലോട്ടാണ് പോകുന്നത്. ഞാൻ കൊച്ചിയിലല്ലേ പോകുന്നത്. അതുകൊണ്ട് സാർ എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദാ ബസ്സിൽ കയറി കേട്ടോ. നല്ല മഴയുള്ള ദിവസമായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. ഞാൻ സൈഡ് സീറ്റിലാണ് ഇരുന്നത്. പക്ഷെ മഴ കാരണം ഞാൻ ഇപ്പുറത്തോട്ട് മാറിയിരുന്നത്, അതുകൊണ്ട് കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കോടതിയിലെത്തി. സബ് കളക്ടറാണ് കോർട്ടിലെ ജഡ്ജായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഡിസാസ്റ്ററിൻ്റെ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടോ കോടതി തുടങ്ങാനായിട്ട്. ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ കോടതി വരുന്നത്. അങ്ങനെ കോടതിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്കിനി നേരെ തോപ്പുംപടിയിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബസ്സിൽ കയറി. അവിടെ ഒരു കോടതിയുണ്ട്, മുൻസിഫ് കോടതി. അവിടെ കുറച്ച് ഫയലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തി. അവിടുത്തെ കുറച്ച് ഫയലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങി കേട്ടോ. എനിക്കിനി ഓഫീസിലേക്ക് പോകണം. നല്ല മഴ വരുന്നുണ്ടായിരുന്നു. എനിക്ക് എറണാകുളത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റോഡാണ് കേട്ടോ ഇത്. ചുറ്റും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലുള്ള ഒരു റോഡാണ് കേട്ടോ. പക്ഷെ മഴക്കാലത്ത് സൂക്ഷിക്കണം, കൊമ്പൊക്കെ ഒടിഞ്ഞ് ദേഹത്ത് വീഴാനുള്ള ചാൻസസ് എന്തായാലും കൂടുതലാണ്. അങ്ങനെ ആ ബസ് സ്റ്റോപ്പ് നോക്കി ഞാൻ നടക്കുകയാണ്. എനിക്കിനി ബസ് കയറി വേണം ഓഫീസിലേക്ക് പോകാനായിട്ട്. ഞാനിപ്പോൾ സാധാരണ വണ്ടി എടുക്കാറില്ല, കാരണം ഞാൻ ഇറങ്ങുന്ന സമയത്ത് രാവിലെയും വൈകിട്ടും നല്ല തിരക്കായിരിക്കും റോട്ടിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാലും ബാക്കിയുള്ളവർ നമ്മളുടെ മേത്തോട്ടായിരിക്കും വന്ന് കയറുന്നത്. അതുകൊണ്ട് ഞാൻ വണ്ടി എടുക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഓഫീസിലെത്തി കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ ജൂനിയർ. ഇനി നേരെ ഞാൻ മെട്രോ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. എനിക്ക് ചങ്ങമ്പുഴയിൽ പോകണം, കാരണം എൻ്റെ അമ്മ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു കേക്ക് വാങ്ങണം. അപ്പോൾ അമ്മ പറഞ്ഞു ചങ്ങമ്പുഴയിൽ ഒരു ഫേമസ് ഷോപ്പുണ്ട്, അതായത് ബൈ 1 get 1 ഫ്രീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തൊരു കേക്ക് എടുത്താലും ആ സെയിം ഫ്ലേവറിൽ സെയിം കേക്ക് നമുക്ക് ഒരെണ്ണം ഫ്രീ കിട്ടും എക്സ്ട്രാ. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഒരു വൈറ്റ് ഫോറസ്റ്റ് ഫ്രീ കിട്ടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി അനിയത്തിക്ക് ഒരു മാല എടുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ലുലുവിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പിലോട്ടാണ് വന്നത്. അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട്, നല്ല റേറ്റ് കുറവുണ്ട്, അതായത് പണിക്കൂലിയൊക്കെ കുറവാണ്. എന്തുകൊണ്ട് ലാഭമായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. അങ്ങനെ മാലയൊക്കെ എടുത്ത്, എനിക്കാണെങ്കിൽ ഇന്നത്തെ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല തലവേദന എടുത്തിരിക്കുകയാണ്. പിന്നെ ഒരുപാട് ലേറ്റായി, വെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി ഒരു ഓട്ടോ വിളിച്ച് വേണം വീട്ടിലേക്ക് പോകാൻ. പക്ഷേ അതിന് മുന്നേ കേക്കും അവിടെ ഓർഡർ ചെയ്തേക്കുന്ന കേക്ക് എടുക്കാനുണ്ട്. അപ്പോൾ പിന്നെ കുറച്ചങ്ങ് നടക്കാമെന്ന് വിചാരിച്ച് നടന്നിട്ട് ഓട്ടോ വിളിച്ച് ആ ഓട്ടോയിൽ തന്നെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ കേക്ക് ഷോപ്പിൽ വന്നു, ഓർഡർ ചെയ്ത കേക്ക് എടുത്തിട്ടോ. ഞങ്ങളൊരു 699 കേക്കാണ് എടുത്തത്. അപ്പോൾ വീണ്ടും ഒരു 699 കേക്ക് ഫ്രീ ആയിട്ട് കിട്ടി. ഒരു ബ്ലാക്ക് ഫോറസ്റ്റും ഒരു വൈറ്റ് ഫോറസ്റ്റും. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അല്ലിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചങ്ങമ്പുഴയിൽ തന്നെയുള്ളൊരു ഫ്രൂട്ട് ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ആപ്പിളും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി കേട്ടോ. ഇനി നേരെ വീട്ടിലേക്കാണ്. ഇന്ന് ഒരുപാട് ലേറ്റായി. അല്ലി എന്നെ കാണാഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ചാടി ഇറങ്ങി കേട്ടോ. വേഗം വീട്ടിലേക്ക് പോവുകയാണ്. അല്ലിക്കിപ്പോൾ ഞാനങ്ങനെ ഓഫീസിൽ പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അടങ്ങിയൊക്കെ ഇരുന്നോളും. അവൾക്ക് അവളുടെ ചിറ്റ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരും വേണമെന്നില്ല. അങ്ങനെ വീട്ടിലെത്തി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പിന്നെ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ. അങ്ങനെ കൂടുതൽ ആരുമില്ല, ഞങ്ങൾ 4 പേരും പിന്നെ കുഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേക്ക്. കേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലിക്ക് കട്ട് ചെയ്യണമെന്ന് ഭയങ്കര വാശി. അപ്പോൾ ഞാൻ അല്ലിക്ക് ഒരു നൈഫ് കൊടുത്തത് ഒരു വുഡൻ നൈഫാണ് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലിക്ക് കേക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചത് കുറച്ച് ഹാർഡായിരിക്കും കേക്കെന്ന്, പക്ഷെ അങ്ങനെയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു. അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.